നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചെറായി സഹോദര സ്മാരകത്തിൽ വെച്ച് നടന്ന സഹകാരി സംഗമം KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ ACSTI മുൻ ഡയറക്ടർ ഡോക്ടർ M രാമനുണ്ണി വിഷയാവതരണം നടത്തി. കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ, കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KL ദിലീപ് കുമാർ, SC/ST സഹകരണ സംഘം പ്രസിഡന്റ് NA രാജു പള്ളിപ്പുറം, കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് KK പുഷ്കരൻ, ചെറായി മുനമ്പം മത്സ്യവികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് AB ഷാജി, ചെറായി കൈത്തറി സഹകരണ സംഘം പ്രസിഡന്റ് അജിത സുരേഷ്, KCEU കമ്മിറ്റി അംഗം സംസ്ഥാന കമ്മിറ്റി അംഗം CP അനിൽ, KCEC ജില്ലാ സെക്രട്ടറി ഡാർബി, KCCF സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നൂറുകണക്കിന് സഹകാരികൾ പങ്കെടുത്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KS രതീഷ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി KB ലിസി നന്ദിയും പറഞ്ഞു. സഹകരണ ബാങ്കുകൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാറയ്ക്കൽ സഹകരണ ബാങ്ക് സ്ഥാപകൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ 60ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളിൽ വരുന്ന നിക്ഷേപങ്ങൾ അതാത് പ്രദേശങ്ങളിൽ തന്നെ വായ്പയായി നൽകുന്നു. മറ്റ് നാഷണൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുന്നു. അതുമാത്രമല്ല, സാധാരണക്കാർക്ക് എന്നും ഏത് സമയത്തും മറ്റ് ബാങ്കുകളെക്കാൾ ആശ്രയിക്കാവുന്നത് സഹകരണ ബാങ്കുകളാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ചു. ഹെഡ് ഓഫീസിൽ ആരംഭിക്കാൻ പോകുന്ന സഹകരണ ഹൈടെക് മെഡിക്കൽ ലാബിന്റെ ലോഗോ പ്രകാശനവും VD സതീശൻ നിർവഹിച്ചു. സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം KM ദിനകരൻ പ്രതിഭകളെ ആദരിച്ചു. 60ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാറയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള പാലിയേറ്റീവ് കിറ്റ് വിതരണം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോർജ് ആത്തപ്പള്ളി നിർവഹിച്ചു. വാർദ്ധക്യകാല പെൻഷൻ വിതരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജിദ TM ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PG ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG ഡോണോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത്, വാർഡ് മെമ്പർ ആശ ടോണി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് AP ആന്റണി, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK ബാബു, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ KL ദിലീപ് കുമാർ, ജോർജ് C കെര, PP ഗാന്ധി, ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ TR, ബോർഡ് അംഗങ്ങളായ KG അലോഷ്യസ്, PS മണി, അരുൺ ബാബു, വോൾഗ ജാസ്മിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സഹകരണ ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് സഹകരണ രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു ചെയർമാനായ സമിതി രൂപീകരിച്ചു. അഡീഷണൽ രജിസ്ട്രാർ, സഹകരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ സെക്രട്ടറി, കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ M ബിനോയ് കുമാർ എന്നിവരാണ് സമിതി അംഗങ്ങൾ. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇന്ന് പണിമുടക്ക് ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ നടപടി. പരിഗണനാ വിഷയങ്ങളോ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള തീയതിയോ ഇല്ലാതെയാണ് സമിതി രൂപീകരിച്ചത്. സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയത്. കണ്ണിൽ പൊടിയിടൽ ഉത്തരവാണ് സർക്കാരിൻ്റേതെന്നും പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്നും എംപ്ലോയീസ് കോൺഗ്രസ് അറിയിച്ചു. 2017 കഴിഞ്ഞ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2021 നടപ്പിലാക്കി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന 120 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. സംഘത്തിൽ പരിശോധനയും മുൻ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനുണ്ടാകും. കോൺഗ്രസ് നേതാക്കൾ ഭരിച്ചിരുന്ന ബാങ്കിലെ ക്രമക്കേടുകളിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ ചുവടുപിടിച്ചാണ് EDയുടെ ഇടപെടൽ. പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെയാണ് വിശദമായ അന്വേഷണം ആരംഭിക്കുന്നത്. തട്ടിപ്പ് നടന്ന കാലത്തെ ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവരെ ED ചോദ്യം ചെയ്യും. ഡയറക്ടർമാരുൾപ്പെടെ സ്വന്തക്കാരുടെ പേരിലും മറ്റുമായി കോടികളുടെ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ പേരുകളിലും വായ്പകൾ എടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ വിശദവിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണ മാതൃകയിൽ നടപടികൾ ആരംഭിക്കുക എന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു.